പുഷ്കറിൽ രണ്ടാമത്തെ ദിവസം രാവിലെയാണ്. നല്ല തണുപ്പുണ്ട്. സമയം 7 മണി ആയിട്ടേ ഉള്ളൂ. എനിക്ക് ഭയങ്കര വിശപ്പ്. രാവിലെ തന്നെ എന്തെങ്കിലും കഴിക്കണം. രാവിലെ ചുമ്മാ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ നടക്കുക നല്ല രസാട്ടോ. കണ്ടോ, മേള ഗ്രൗണ്ടിൽ 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലും തലയിലൊരു ക്യാപ്പും വെച്ച്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയാണ്. ഇവിടെ ഒടുക്കത്തെ വെയിൽ, തണുപ്പും അടിക്കുന്നുണ്ട്, ഭയങ്കര വെയിലും ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ക്യാപ്പ് വെച്ചത്. എൻ്റെ മുന്നിലൊരു വിക്ടോറിയ അമ്മൂമ്മ ക്യാപ്പ് വെച്ചുകൊണ്ട് ഞാൻ ചെസ്റ്റാണ്. കണ്ടോ, ഞാനും ആ വിക്ടോറിയ അമ്മൂമ്മയും കൂടെ ഒരേ മാതിരി. निवेदन है कि सरोवर में स्नान करते समय लाल झंडियों से आगे न जाएं और अपनी सुरक्षा का ध्यान रखें। घाटों पर तैनात कर्मचारियों के निर्देशों का पालन करें। നമ്മൾ പുഷ്കർ മേള ഗ്രൗണ്ടിൽ എത്താറായി. ये पुष्कर मेला ग्राउंड है. ओके. ഇവ സൂപ്പർ അച്ചാറുകൾ നിർമ്മിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് നിന്ന് ലെഫ്റ്റിക്ക് പോകണോ റൈറ്റിക്ക് പോകണോ ആകെ പ്രശ്നങ്ങളാണ്. ഇതുണ്ട് ഫുഡ് ഇരിക്കുന്നത്. മറ്റേ ബൂന്തി എന്ന് പറയില്ല, അതിൻ്റെ പല പല വെറൈറ്റീസ്. ഈ പുഷ്കർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലത്തെ ഒട്ടകമേളയാണ്. വേൾഡ് ഫേമസ് ഒട്ടകമേളയാണത്. മാത്രമല്ല രാജസ്ഥാനിലെ പല ഭാഗത്തുള്ള കരകൗശല വസ്തുക്കളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പുഷ്കർ മേള. അപ്പോൾ ആനിമൽസ് മാത്രമല്ല, ഇവിടെ ഫുഡ് വെറൈറ്റീസ്, ഡ്രസ്സിൻ്റെ വെറൈറ്റീസ്, ഫാൻസി സാധനങ്ങൾ, ഇങ്ങനെ എല്ലാം ഉണ്ടാവും. വെയിലത്ത് കൂടെ നടന്നിട്ട് ഞാനൊരു പരിപാടി കിട്ടും. ഞാൻ കുറേ സൺസ്ക്രീമൊക്കെ വാരി തേച്ച് വന്നതാണ്, പക്ഷെ ഒരു കാര്യമില്ല. അവിടെ ഒരു അട്ടകാട് നിൽക്കണം, നമുക്ക് പോയേക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആപ്പി പന്നെ പിടിച്ച് ഒട്ടകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ രാവിലെ 7:30 അത്രയും ക്രൗഡ്? നല്ല രസമുണ്ട് കേട്ടോ. അമ്പലത്തേക്ക് പോണ വഴിയാണ്. പുഷ്കറിൽ ബ്രഹ്മാവിൻ്റെ അമ്പലത്തേക്ക് പോണ വഴിയാണ് ഇതൊക്കെ.
നടന്ന് ബ്രഹ്മ അമ്പലത്തിൻ്റെ അവിടെ എത്താറായി. പോണോടത്തൊക്കെ കുഞ്ഞു കുഞ്ഞേ ഗണപതിയുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവരുടെ പാത്രത്തിൽ പൈസ ഇടാൻ പറയും. ഭയങ്കര സംഭവങ്ങളാണ്. അതേമാതിരി കാളയുടെ പുറത്ത് എന്താണ്ടൊക്കെ വെച്ച് കെട്ടിയിട്ട് ശിവൻ്റെ കാളയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ മേടിക്കുന്നുണ്ട്. എല്ലായിടത്തും ബിസിനസ് തന്നെ. ഭക്തി എന്നുള്ള പേരുണ്ടാകുമ്പോൾ ആൾക്കാർ പൈസയും കൊടുക്കും. ചില ഈ സന്യാസിമാരാണെന്ന് അറിയില്ല, കാവ്യ ധരിച്ച ആൾക്കാർ ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ അവർ കുറച്ചൊന്ന് ഒതുങ്ങുന്നുണ്ട്. ഈ പുഷ്കർമേള ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നിറയെ പോലീസുകാരുണ്ട്. ഞാൻ വിചാരിച്ചത് ഇത്രയും നേരത്തെ, അതായത് 7:30 മണിക്കൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ 7:30 കേട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല തിരക്ക്. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയാൽ മതിയായിരുന്നു. സംഭവം സൂപ്പറാ. ഇത് കണ്ടോ, കന്നുകാലികൾക്ക് കഴുത്തിലിടാനുള്ള എന്തോ സാധനമാണ് കേട്ടോ അത്. ഒരാൾ പാട്ട് പാടി കിടക്കുന്നുണ്ട്. പശുക്കളാണ്, എവിടെയും വികൃതി പശുക്കളാട്ടോ. രാത്രി ആകുമ്പോഴാണ് ഈ പുഷ്കർ മാർക്കറ്റ്. രാത്രി മീൻസ് ഒരു 6 മണി 7 മണി ടൈമിലാണ് ഇവിടെ ഭയങ്കരമായിട്ട് തിരക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒന്നും കൂടെ വരണം കേട്ടോ. അവിടെ പുഷ്കർ ബ്രഹ്മ ടെമ്പിളിൻ്റെ അവിടെ കണ്ടൊരു സംഭവമാണിത്. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും? ഇതെന്താന്ന് ചോദിക്കാൻ നിന്നാൽ എന്നോട് വാങ്ങാൻ പറയും. അതെന്താന്ന് മനസ്സിലായാലൊന്ന് പറയണേ. കണ്ടോ, ഫുള്ള് വാളുകളാണ്. പോകുമ്പോൾ 2 മേടിക്കണം, ചിലവരെന്നെ ശരിയാക്കുന്നുണ്ട്. രാവിലെ തന്നെ ആൾക്കാർ വന്ന് നോക്കി ഏണ്ട് തോക്കൊക്കെ ഇരിക്കുന്നു. ഉണ്ടോ? 2 മേടിക്കണം എന്തായാലും. ഇവിടെ ഇങ്ങനെ പോണോർത്ത് മുഴുവൻ ഇങ്ങനെ കുറേ ക്യാമൽ സഫാരിയുടെ കുറേ ഏജൻറ്റുമാരുണ്ടായിരിക്കും. നമുക്ക് ഓക്കെ ആണെങ്കിൽ അവർ നമ്മൾ തന്നെ കുറച്ച് ഡെസേർട്ടുള്ളടത്ത് കൊണ്ടുപോയിട്ട് ക്യാമൽ സഫാരിയൊക്കെ ചെയ്യിച്ച് പിന്നെ ജീപ്പ് റൈഡൊക്കെ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ഇത് കണ്ടോ, ഇവിടെ എന്തമ്മോ മഴയൊക്കെ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും സുന്ദരികളാണൊക്കെ. ഇങ്ങനെ 2 ദിവസമായിട്ട് പുഷ്കറിലുണ്ടായിട്ട് ഇപ്പോഴാണ് ഒട്ടകത്തിന് ഞാൻ ഇത്രയും അടുത്ത് കാണുന്നത്, ഫോട്ടോ എടുക്കണത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ചിലപ്പോൾ ഒട്ടകത്തിന് പിന്നെ അതിലും വലിയ പേടിയുണ്ടായിരിക്കും കാണാനൊരു ഭീകരമായതുകൊണ്ട്. പക്ഷെ അവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചു. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. പിന്നെ എൻ്റെ വെയിറ്റ് ഒട്ടകത്തിന് താങ്ങുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവം പൊളി വൈബാട്ടോ.
തണുപ്പും നല്ല വെയിലും ആയാൽ എങ്ങനെ ഇരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ എന്നെ കണ്ടാൽ മനസ്സിലായാൽ മതിയായിരുന്നു. ഇവിടെയൊക്കെ നിറച്ച് കുതിരകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഒട്ടകം, കുതിര, പിന്നെ പോത്ത്, ഇതിനൊക്കെ വാങ്ങാനും വിൽക്കാനും ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കലും നടക്കലും കൂടെ കുറച്ച് ബുദ്ധിമുട്ട്. അതാണ് ഇടയ്ക്ക് കട്ടായി പോണത്. കണ്ടോ, നമുക്ക് വേണ്ടി ഒരു ഒട്ടകം ഇവിടെ നിൽക്കണ്ടല്ലോ. അച്ഛേ മറന്നും പോയി. ഇതിൻ്റെ പേരെന്തായിരുന്നു? കുതിര. ആ കുതിര നിൽക്കുന്നുണ്ട്, വെള്ള കുതിര. അല്ലെങ്കിലും കുതിരേനെ നോക്കി ഒട്ടകം വിളിച്ച് ആർക്കാ ഇഷ്ടമാകും? എൻ്റെ ഭാഗത്തെ തെറ്റാണ്. ഇവിടെ ഈ കൂടാരങ്ങളിൽ ഫുള്ള് കുതിരകളാണ്. ഇങ്ങനെ നിർത്തിയിരിക്കുന്നുണ്ടോ? ഇതൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളാണ്. ഞാൻ പിന്നെ തൊപ്പിക്കെട്ട് വെയിൽ സഹിക്കും. അയ്യോ, ഒന്നാമത് മൈഗ്രെയിൻ പേഷ്യൻ്റ് കൂടി ആയിക്കഴിഞ്ഞാലേ വെയിൽ തീരെ താങ്ങാൻ പറ്റില്ല. എൻ്റെ മുന്നിൽ വേറൊരാളും ഉണ്ട്. പിന്നെ നമ്മുടെ ഭാഷ കേട്ടിട്ടായിരിക്കും എല്ലാവരും നമ്മളെ വല്ല അന്യഗ്രഹ ജീവികളുടെ എന്തിയാണ് നോക്കണത്. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, നമ്മളതിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നീരസമില്ലാതെ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ അവർ നമ്മളെന്നെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിക്ടോറിയ അമ്മൂമ്മ വരുന്നുണ്ട്. ഹായ്. ഇവരേനൊക്കെ വിക്ടോറിയ അമ്മൂമ്മ എന്ന് വിളിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അവരുടെ തലയിലുള്ള ആ ഒരു ടൈപ്പ് തൊപ്പി കാണുമ്പോഴേ നമ്മുടെ വിക്ടോറിയ രാജ്ഞി വെച്ചിരുന്ന തൊപ്പിയാണ് എനിക്ക് ഓർമ്മ വരിക. അപ്പം അങ്ങനെ വിളിക്കണതാണ്, വേറൊന്നുമില്ല. ഈ കുതിരുന്നാണ് ഓർഡർ നോക്കി. ഇതിനെ നോക്കിയാൽ കഴുത്തിൽ നല്ല ചരട് നല്ല പൂവെള്ള എന്നൊക്കെ പറയില്ലേ. ഒരു സുന്ദരി കുട്ടി. അങ്ങനെ നമ്മൾ ഒട്ടകമേളയും കണ്ട് ഈ നട്ടപ്പൊരു ചെയ്തിട്ട് എനിക്ക് അത്രയും ദൂരം നടക്കാൻ വയ്യ. അത്യാവശ്യം ദൂരമുണ്ട്, ഗൂഗിളിൽ കണ്ട മാതിരിയല്ല. പിന്നെ റോഡ് പല സ്ഥലത്തും ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വഴിമാറി വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോയ്ക്ക് എൻ്റെ ലോകത്തില്ലാത്ത റേറ്റാണ്. പക്ഷേ ചില ഗത്യന്തരമില്ലാതെ ഞാനൊരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒട്ടകമേള. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അങ്ങനെ പുഷ്കർ ഫെസ്റ്റിവൽ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം